തൊഴിലാണ് ജീവിതമാർഗം. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിതം മെച്ചപ്പെടുത്താനായി മധുരയിൽ നിന്നും കുടുംബത്തോടൊപ്പം കേരളത്തിലേക്ക് വന്ന ഇരുളായിയെ ഈ തൊഴിൽ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം. മധുര സ്വദേശിയാണ് ഇരുളായി. സ്വന്തം നാടിനേക്കാൾ ഇരുളായിക്ക് ഇന്നും പരിചയം കേച്ചേരിയിലെ ഇടവഴികളാണ്. മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം കരമുട്ടിക്കാൻ 70-ാം വയസ്സിലും ഇവർ അധ്വാനിക്കുകയാണ്. കേച്ചേരിക്കാർക്കും സമീപ പ്രദേശത്തുകാർക്കും സുപരിചിതയാണ് ഇരുളായി. ആക്രി സാധനങ്ങൾ പെറുക്കാൻ കേച്ചേരിയിലെ വീടുകളിലും ഇടവഴികളിലും ഇരുളായി എല്ലാ ദിവസവും എത്തും. മെച്ചപ്പെട്ട കൂലിയും ജീവിതവും പ്രതീക്ഷിച്ചാണ് ഇരുളായി കുടുംബത്തോടൊപ്പം കേരളത്തിലെത്തിയത്. എത്ര കാലമായി ഇവിടെ വന്നിട്ട്? 37 കൊല്ലം. അപ്പോൾ എവിടെയാണ് നാട്? ഇവിടുത്തെ കേരളത്തിൽ തന്നെയാണോ? ഇവിടെ തമിഴ്നാട് മധുര. തമിഴ്നാട് മധുരയിലേ. അപ്പോൾ എങ്ങനെയാ കുറെ നാളായി വന്നിട്ട്? ഇവിടെ വന്നിട്ട് കുപ്പി വാട്ട വാങ്ങി സേവിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചു. ഇതോടെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്കായി. പാറന്നൂരിലെ ഇഷ്ടിക കമ്പനിയിലായിരുന്നു ആദ്യ ജോലി നോക്കിയിരുന്നത്. പിന്നീട് അതുപേക്ഷിച്ച് ആക്രി കച്ചവടത്തിലേക്ക് തിരിയുന്നു. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റുകിട്ടുന്ന തുക കൊണ്ടാണ് ഇരുളായി കുടുംബം കഴിയുന്നത്. കുടുംബക്കാരും ഭർത്താവ് മരിച്ചു. മഴയുണ്ട്, മഴയൊക്കെ കുടികാരൻ. ഞാനുണ്ട്, മരുമകൾക്ക് വയ്യ, ആശുപത്രിയിലെ കിടക്കും. ഞാൻ ഒരാൾ പണിയെടുത്ത് ജീവിക്കണം. രാവിലെ 7 മണിക്ക് ഉന്തുവണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങുന്ന ഇരുളായി 2 മണിയാകുമ്പോൾ തിരികെ എത്തും. ഒരു ദിവസം 250 അല്ലെങ്കിൽ 300 രൂപയാണ് വരുമാനമായി ലഭിക്കുക എന്ന് ഇരുളായി പറയുന്നു. രാവിലെ എപ്പോഴാ ഇറങ്ങുക? 7 മണിക്ക് ഇറങ്ങും, 2 മണിക്ക് വീട്ടിൽ എത്തും. കിട്ടുന്ന കച്ചവടം കിട്ടുന്നത് കിട്ടാറ്റി ചുമ്മാ പോകുന്നു. ഒരു ദിവസം എത്ര കിട്ടും? ഒരു ദിവസം 200 രൂപ 250 രൂപ കിട്ടും. അതും കിട്ടും. അപ്പൊ വീട്ടിലെ ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് വച്ചിട്ട് ജീവിക്കണം. മകനും ഭാര്യയും പേരക്കുട്ടിയും ഉൾപ്പെടുന്ന കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ തന്റെ വരുമാനം അനിവാര്യമാണെന്നാണ് ഇരുളായിയുടെ പക്ഷം. 250 കൊണ്ടുള്ള വരുമാനം കൊണ്ട് അതേ വരുമാനം, വേറെ വരുമാനം ഇല്ല. കൂടുതലൊന്നും കിട്ടില്ല. മകൻ കച്ചവടത്തിൽ പോകും, ഒക്കെ കുടി. മകൻ എന്ത് ജോലി ചെയ്യും? അതേ മൊക്കന്റെ കച്ചവടന്റെ ഇതേ കച്ചവടത്തിന്റെ ആദ്യം കുട്ടി കുടി. പ്രായത്തിന്റെ ആകുലതകൾ ഇല്ലാതെ അധ്വാനത്തിന്റെ കൈമുതലായി പ്രാരാബ്ധത്തിന്റെ ഉന്തുവണ്ടിയുമായി ഇരുളായി ജീവിതം തള്ളി നീക്കുകയാണ്.